SP ജമാൽ ഫോണിൽ പറഞ്ഞ കേസാണത്. എന്തായാലും സാറിന് ആദ്യം കാണിച്ചിട്ട് എന്നിട്ട് ലോക്കപ്പിലേക്ക് കൊണ്ടുപോയിക്കോ. നിങ്ങൾ നക്സലേറ്റ് അല്ലേ? നിങ്ങളുടെ പ്രിൻസിപ്പിൾസ് എന്താണ്? നശിപ്പിക്കുന്നത്, അണിലേസൻ, വർഗീയ ആൾക്കാരെ ഇല്ലാതാക്കുന്നത്. നിങ്ങൾ എവിടെ ഇല്ലാതാക്കും? നിങ്ങൾ എന്ത് പേടിപ്പിച്ചാലും ഞങ്ങളുടെ ലക്ഷ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. എന്താ ഭീഷണിപ്പെടുത്തുകയാണോ? അതും ജയിലിന്റെ അകത്ത് നിന്നോണ്ട്? പോയി പണി നോക്കടേ. വിട്ടോ ചെലേ. ഇത് ജമാൽ പറഞ്ഞ കേസല്ലേ? അതെ സാർ. ഇവർക്ക് യൂണിഫോം കൊടുത്ത് അകത്ത് കയറ്റേക്ക്. ഓക്കെ സാർ, വാ. ഇതില് 2 പേര് കയറിക്കോ. ഇവിടെ 2 പേര്, ഇവിടെ 3 പേര് വന്നേ. ഇവിടെ 3 പേര് കയറിക്കോ. എന്താ അകത്ത് ബൈബിളൊക്കെ ഉണ്ടല്ലോ സാർ? ഇന്നലെ വരെ ഇതിനകത്ത് മുത്തുന്നൊരാളെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ അവനെ തൂക്കിലിട്ടത്. വന്നത് മുത്തുവായിട്ടാണെങ്കിലും അന്തോണിയായിട്ടാ മരിച്ചുപോയത്. ഇവിടെ ഇടുന്നവരെയൊക്കെ തൂക്കിക്കൊല്ലു അത്രേ. അപ്പോ നമ്മളെയും തൂക്കിക്കൊല്ലുവോ? എന്റെ ഈശ്വര, പേടിയാവുന്നല്ലോ. നേതാവെ, മാണിക്യച്ചെട്ടിയാരെ തൂക്കിക്കൊല്ലാൻ കോടതി വിധി പ്രഖ്യാപിച്ചു. അയാൾക്ക് വേണ്ടി നിങ്ങളൊരു ഹർജി എഴുതി തരണം. മാണിക്യച്ചെട്ടിയാർ എന്ത് പറയുന്നു? അയാൾ പറയുന്നത് അയാൾ ചെയ്ത തെറ്റിന് തൂക്കിക്കൊല്ലുക തന്നെ വേണ്ടെന്ന്. ഒരാൾ അയാളുടെ തെറ്റ് മനസ്സിലാക്കിയതിനു ശേഷം തൂക്കിക്കൊല്ലുന്നത് ശരിയല്ല. നിങ്ങൾ വേണം അയാൾക്ക് വേണ്ടി ഒരു ഹർജി എഴുതി തരാൻ. ചെട്ടിയാരുടെ അടുത്ത് വായിച്ച് കാണിച്ച് ഉപ്പ് വാങ്ങിച്ച് അയച്ചു. ശരി നേതാവേ. നേതാവേ, ഇതെന്താ ഇപ്പൊ എഴുതി കൊടുത്തത്? ഇതുപോലെയുള്ള നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ പോലെയുള്ള ഒരു നേതാവ് ഇതുപോലെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? ഇതാണോ നിങ്ങളുടെ വിപ്ലവം? ഇത് വിപ്ലവമല്ല, പക്ഷെ വിപ്ലവത്തിന് ഇത് ആവശ്യമുണ്ടാവും. നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ശരി, നിങ്ങൾ എന്തിനു വേണ്ടിയാ ജയിലിൽ വന്നത്? വിപ്ലവത്തിന് അഹിംസാ സിദ്ധാന്തം മാറ്റിവെച്ച് ആയുധം കയ്യിലെടുക്കുക. വിപ്ലവത്തിന്റെ തുടക്കം ജനങ്ങൾക്ക് ധൈര്യം കൊടുത്ത് അവരെ എതിരികളോട് പോരാടുവാൻ ധൈര്യം കൊടുക്കണം. ആയുധ വിപ്ലവം കൊണ്ട് ജനങ്ങളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയാണെന്നോ? അതെങ്ങനെ പറ്റും? ഏറ്റുമുട്ടൽ, എതിരികളൊക്കെ ഒന്ന് വിറയ്ക്കും. നമ്മുടെ ജനങ്ങൾക്കോ ധൈര്യമുണ്ടാകും. ആരെയും പേടിക്കില്ല. ജനങ്ങളെ കൊണ്ട് സ്ഥലങ്ങൾ പിടിച്ചെടുക്കാം. ആയുധം എടുത്തുകൊണ്ട് ഒരു വിപ്ലവ രാഷ്ട്രീയം നമുക്കിവിടെ ഉണ്ടാക്കാം. നിന്നേ നിങ്ങള് ഒരുപാട് ദൂരം പോയി. ഞാനിപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിലാ. ഈ വിപ്ലവം നശിപ്പിക്കുന്നത് ഇതൊക്കെ ജനങ്ങളെങ്ങനെ പ്രയോജനപ്പെടുത്തും? അതാണ് എന്റെ ചോദ്യം. അതുപോട്ടെ, നിങ്ങൾ ചെയ്ത കാര്യം നിങ്ങളുടെ ഏരിയയിൽ ജനങ്ങൾക്ക് പ്രയോജനമായിരുന്നു? അറിയില്ല, ഞങ്ങള് ജയിലിന്റെ അകത്തല്ലേ. ജയിലിന്റെ അകത്തായ എന്താ? പുറത്തുള്ള നിങ്ങളുടെ ഗ്രൂപ്പിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. തൊഴിലാളി വർഗം സ്വന്തം സമൂഹത്തിനെ വെടിവെക്കണമെന്നാണ് മാർക്സും ഏംഗസും പറഞ്ഞിരിക്കുന്നത്. ജനങ്ങൾ പങ്കുകൊള്ളാത്ത ഏതൊരു വിപ്ലവവും ഇന്ന് വരെ വിജയിച്ചിട്ടില്ല. ഞങ്ങൾ ചെയ്യുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമല്ലെന്നാണോ പറയുന്നത്? ഇഷ്ടപ്പെട്ടിരിക്കും, ആശംസിച്ചിട്ടുണ്ടാവും, എന്തിന് രസിച്ചിട്ടുണ്ടാവും. ഈ നാടിന് വേണ്ടി വിപ്ലവം സൃഷ്ടിച്ചവരാണ് നമ്മൾ, അല്ലേ? സിനിമയിൽ വരുന്ന സൂപ്പർ സ്റ്റാറിനെ പോലെ ആ വിപ്ലവധാരിയെ നമ്മൾ രസിച്ചു. എല്ലാം നശിപ്പിക്കുന്നതാണ് നിങ്ങളുടെ വിപ്ലവമെങ്കിൽ ജനങ്ങളെ ഒന്നിക്കാൻ പ്രയോജനപ്പെടുത്തില്ല. അതിൽ നിന്നും ജനങ്ങൾ പിന്മാറും. വിപ്ലവത്തിൽ നിന്ന് അവർ മാറി നിൽക്കും. സാറേ, നിങ്ങൾ വലിയ പോരാളിയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എതിർക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോ നീതി മറയ്ക്കുമ്പോ മിണ്ടാതിരിക്കണോ അല്ല അടിമയായിട്ട് ജീവിക്കണോ? നിങ്ങളോട് ആരാ അടിമയായിരിക്കാൻ പറഞ്ഞ്? നമ്മുടെ നാട്ടിൽ വിപ്ലവത്തിന് വേണ്ടി എന്തിനാ ആയുധം കുറിയില പോരാട്ടം നടത്തുന്നത്? അത് തെറ്റാണെന്ന് എന്റെ അഭിപ്രായം. ഇന്ന് നമ്മുടെ നാടിന് ആവശ്യം വിപ്ലവമാണ്. അതൊരിക്കലും ആയുധം കൊണ്ടല്ല, ശാന്തമായ വിപ്ലവം.
ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ രാഷ്ട്രീയവും ജനനായക വിപ്ലവം തന്നെയാണ്. എടാ കുമര, നേതാവിനോട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാലോ? അതേടാ, അയാളോട് പറഞ്ഞ എന്തെങ്കിലും ഉത്തരം കിട്ടും. മുത്തു ആ, ഇവിടെ ഇവിടെയുണ്ട്. നമസ്കാരം നേതാവേ. നമസ്കാരം. നേതാവേ, നിങ്ങൾ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? നമ്മൾ എല്ലാവരും ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. ഇതിനകത്ത് ജാതിയും ഇല്ല, മതവും ഇല്ല. ഛേ, ഒരു ജോലിയും ചെയ്യാതെ ജീവിച്ചതായിരുന്നു. ഇവിടെ വന്നപ്പോ ജോലി ചെയ്യാൻ പറയുന്നു. എന്ത് ജോലിയാ ഞാൻ ചെയ്യേണ്ടത്? അല്ല അമ്മാവാ, എന്ത് തെറ്റ് ചെയ്താ ഇങ്ങോട്ട് വന്നത്? കൊലക്കേസ് തന്നെയാ. ഞാൻ ഒരുത്തന്നെ കിണറ്റിൽ തള്ളിയിട്ടെന്ന് പറഞ്ഞ് വധശിക്ഷ തന്നിരിക്കുക. നടന്നത് എന്താന്ന് വെച്ചാ, ഞാൻ കിണറിന്റെ അടുത്തൂടെ വരുമായിരുന്നു. കാൽ വഴുതി വീഴാൻ പോയി. അത് കണ്ട് ഒരുത്തൻ ഓടി വന്ന് എന്നെ രക്ഷിക്കാൻ വന്നതാ. വന്നവൻ എന്നെ രക്ഷിക്കാതെ അവന്റെ കാൽ വഴുതി കിണറ്റിലേക്ക് വീണു. അവസാനം അവനെ ഞാനാ തള്ളിയിട്ട് കൊന്നേന്ന് പറഞ്ഞ് കേസ് എന്റെ മേലിലായി. ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല ഈ പിണ്ണാക്ക് നിയമം. സർക്കാരിന്റെ വക്കീലിന്റെ അടുത്ത് പോയ അവൻ പോയിന്റ് മാത്രം സംസാരിക്കുന്നില്ല. ആ പോയിന്റ് കൊള്ളാലോ. അതുപോലെ നിങ്ങൾക്ക് സംസാരിച്ചൂടെ? ആ, അതിന് നമുക്ക് അവസരം തന്നിട്ട് വേണ്ടേ? ജഡ്ജിയും വക്കീലും അല്ലേ മാറി മാറി സംസാരിച്ചോണ്ടിരിക്കുന്നേ. സംസാരിക്കണം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരാ ഉള്ളത്? ശരി, നിങ്ങൾ ഏത് കേസിന്റെ പേരിലാണ് വന്നിരിക്കുന്നത്? എന്തൊക്കെ ആയുധങ്ങൾ കടത്തിയെന്നോ വന്യമൃഗങ്ങളെ കൊന്നുന്നോ അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആയുധമോ? എന്തായുധമാണ്? ഞങ്ങളുടെ കയ്യിൽ ഒരായുധവും ഇല്ല. ഞങ്ങളെ കള്ളക്കേസ് കുടുക്കി അകത്തിട്ടിരിക്കുക. ഇതൊക്കെ എന്തിനാ ചെയ്തെന്നാ മനസ്സിലാവാത്തത്. ശരി, അതൊക്കെ പോട്ടെ. പുറത്തുള്ളപ്പോൾ നിങ്ങൾക്ക് കളി കൂടുതലായിരുന്നു. ഇനിയെങ്കിലും നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയെങ്കിലും പോരാടാൻ തയ്യാറാവണം. അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്താടാ? ഞങ്ങൾക്ക് ജയിലറെ കാണണം. ജയിലർ ഒരു വർക്കില്ല. റൗണ്ട്സ് വരുമ്പോ കണ്ടാ മതി. ലോക്കപ്പിൽ എല്ലാവരും പോകും. ഞങ്ങൾ ആരും ഇവിടുന്ന് പോവില്ല. ജയിലറെ കണ്ടിട്ടേ ഞങ്ങൾ പോവൂ. എല്ലാരും ഇവിടെ തന്നെ ഇരുന്നോളൂ. ഇരിക്കും. ജയിലർ വന്ന് ഞങ്ങൾ കണ്ടിട്ടേ പോവൂ. അതെ, ഞങ്ങൾ കണ്ടേ പോവൂ. എന്തിനാ ഇവിടെ ബഹളം ഉണ്ടാക്കുന്നത്? മര്യാദയ്ക്ക് ലോക്കപ്പിനകത്ത് പോയേക്ക്. ആളുടെയും ഞങ്ങൾ അടിച്ചകത്താക്കും. സാറേ, ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളുടെ കിടപ്പാടം ചോദിക്കാം, അല്ലാതെ നിങ്ങളെ കാണാൻ വേണ്ടിട്ടല്ല. എന്തോന്ന് കിടപ്പാടോ? അതെ സാറേ. സാറേ, ഞങ്ങളൊക്കെ വിചാരണ തടവുകാരാ. ഈ ഡ്രസ്സ് ഞങ്ങൾ ഇടേണ്ട ആവശ്യം എന്താ? ഞങ്ങളുടെ ഡ്രസ്സ് തിരിച്ചു തന്നേക്ക്, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് സമരം ചെയ്യേണ്ടി വരും. സമരം ചെയ്യും, സമരം ചെയ്യും. ഡോ, ഇവന്മാരെ 4 തട്ട് തട്ടി അകത്താക്ക്. എന്നാലേ ഇവർക്കൊക്കെ ബുദ്ധി വരുള്ളൂ. ഡ്രസ്സ് വേണത്ര, ഡ്രസ്സ്. ഒറ്റ തുണി പോലും ഇല്ലാത്ത ലോക്കപ്പിനകത്തോട്. സാറേ, ഒന്ന് ക്ഷമിക്കു സാറേ. ഇവരുടെ പുറകിൽ ആ വാഞ്ചിനാഥനാ. എടോ, അവരെ ഡ്രസ്സ് കൊടുത്ത് പറഞ്ഞു വിട്ടേക്ക്. ഓക്കെ സാർ. ഡാ, നടക്കാൻ വാടാ. അങ്ങനെ പറയല്ല മുത്തേ.